1977 തലശ്ശേരിയിൽ വൈദിക പരിശീലനത്തിനായിട്ട് എത്തുന്നത്. ഹൈസ്കൂളിൽ ഹെർമൻ ഗുണ്ടറ്റിനെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചരിത്രം പഠിച്ചപ്പോൾ. എന്നാൽ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം, 20 കൊല്ലത്തോളം താമസിച്ചിരുന്ന സ്ഥലവും അതോട് ചേർന്നുള്ള കെട്ടിടങ്ങളും എല്ലാം സന്ദർശിക്കുവാൻ എനിക്ക് സാധിച്ചു ആ 77-78 കാലഘട്ടങ്ങളിൽ. അത് അപൂർവമായ ഒരനുഭവമായിട്ട് ആ കാലഘട്ടത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ആ വലിയൊരു മിഷണറി ഈ സമൂഹത്തിന്, കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഇത്ര അമൂല്യമാണ്, അവിസ്മരണീയമാണ് എന്ന് ആ അവസരത്തിൽ ഓർക്കുകയും ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്തരം സംഭാവനകൾ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് വിസ്മയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്ന് മലയാളം പഠിച്ച് വ്യാകരണം തയ്യാറാക്കി നിരവധി പുസ്തകങ്ങൾ എഴുതി ആദ്യത്തെ പത്രങ്ങളെല്ലാം രചിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കും. തീഷ്ണതയുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. ഒരു മിഷണറി ആയിട്ടാണ് അദ്ദേഹം ഈ ഭാരതത്തിലേക്ക് കടന്നു വരുന്നു. മിഷണറി എന്നാൽ അസുതോമ സത്കമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. ആർഷഭാരത സംസ്കാരത്തിൻ്റെ നട്ടെല്ലാണ് ഈ വാക്യമെന്ന് നമുക്കറിയാം. അന്ധകാരത്തിൽ നിന്ന് ആ പ്രകാശത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുക, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്, അമർത്യതയിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുക, ആ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ ഈ മിഷണറി, അതാണ് അവിടുന്ന് ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഹെർമൻ ഗുണ്ടറ്റിനെ പോലെയുള്ള തീഷ്ണമതികളായിട്ടുള്ള വ്യക്തികൾ മതം പ്രചരിപ്പിക്കുക, അല്ലെ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കുക എന്നതല്ല, അതിനപ്പുറത്ത് അന്ധകാരമില്ലാതാക്കുക, മരണചിന്തകളിൽ നിന്ന് ജീവന്റെ ചിന്തകളിലേക്ക് സമൂഹത്തെ നയിക്കുക. അത് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് വീണ്ടും അയവിറക്കിയത് ഇവിടെ. ഞാൻ ജർമ്മനിയിൽ യാത്ര ചെയ്യുമ്പോൾ ട്യൂബിങ്ങിനിൽ അദ്ദേഹം പഠിച്ച സർവകലാശാലയിൽ, വിദ്യാലയത്തിൽ പോകാനും അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ അവിടെ കോറിയിട്ടിരിക്കുന്നത് കാണുവാനും എല്ലാം എനിക്ക് വലിയ ഭാഗ്യം ലഭിച്ചു. എത്രയോ ആദരവോടുകൂടിയാണ് ജർമ്മൻ സമൂഹം ആ വലിയൊരു മിഷണറിയെ, ആ വലിയൊരു വ്യക്തിത്വത്തെ ആദരിക്കുന്നതെന്ന് അവിടെ എത്തിയപ്പോൾ എനിക്ക് അത്ഭുതത്തോടെ നോക്കി കാണാൻ സാധിച്ചുള്ളൂ. അവർ നൽകിയ വലിയ സംഭാവനകളെ എത്ര ശക്തമായിട്ടാണ് ആ സമൂഹം ആദരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് അവിടെ പഠിച്ച ഒരു വ്യക്തിത്വം ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തേക്ക് എത്തുകയും വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു എന്ന് അവർ ഓർക്കുകയും അവരനുസ്മരിക്കുകയും സ്നേഹത്തോടെ കരുതുകയും ചെയ്യുകയാണ്. പലപ്പോഴും നാം മറന്നു പോകുന്നത് ഈ അവസരത്തിൽ ഇതുപോലെ സംഭാവന നൽകിയ വ്യക്തികളെയാണ്, സാഹചര്യങ്ങളെയാണ്. അപ്പോൾ ചരിത്രത്തിൽ പലപ്പോഴും അദ്ദേഹം നൽകിയ സംഭാവന, നിസ്തുലമായ സംഭാവനകളെ ഓർക്കും. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രിയപ്പെട്ട കേരള പഴമ ഹെർമൻ ഗുണ്ടറ്റ് സ്മൃതി എന്ന മനോഹരമായൊരു സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ കേരളത്തിൽ കൈവന്ന സാംസ്കാരികമായ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. ആ ജർമ്മൻ സമൂഹം എപ്രകാരം അവരെ ആദരിച്ചോ അതുപോലെ ആദരിക്കുന്ന നിമിഷങ്ങളാണ്. നവോത്ഥാന ചരിത്രം എഴുതുമ്പോൾ നിരവധി കാര്യങ്ങൾ അതിനെ സ്വാധീനിക്കും. എഴുതുന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വം, എഴുതുന്ന കാലഘട്ടം അദ്ദേഹത്തെ സ്വാധീനിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ താല്പര്യം, സബ്ജക്റ്റീവ്, ഇറ്റ് ഈസ് ടോട്ടലി സബ്ജക്റ്റീവ് ടു ദ ഹിസ്റ്റോറിയൻ, വൺ ഹു റൈസ് ദ ഹിസ്റ്ററി. ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള മേഖലകൾ ഹൈലൈറ്റ് ചെയ്യും. അങ്ങനെ ചരിത്രം എപ്പോഴും വിമർശനത്തിന് വിധേയമാണ് എന്ന് നമുക്കറിയാം. അത് കാലാകാലങ്ങളിൽ പരിവർത്തന വിധേയവുമായിട്ടുണ്ട്. ചരിത്രം ഒരിക്കലും ഒരുപോലെ നിൽക്കുന്നില്ല. അതിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ ഗവേഷണങ്ങളിലൂടെ പുനരുദ്ധരിച്ച് അതിന് വ്യത്യസ്തമായ മുഖവും ഭാവവും നൽകും. കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് എഴുതുമ്പോൾ
താല്പര്യമുള്ളവർ എഴുതുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ പേര് മാത്രമേ പരാമർശിക്കാറുള്ളൂ എന്നുള്ളതും അവരെ മാത്രമേ ഹൈലൈറ്റ് ചെയ്യാറുള്ളൂ എന്നുള്ളതും നിർഭാഗ്യകരമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇവിടെ കടന്നു വന്ന ഹേമൻകുണ്ടനെ പോലെയും അതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഈ നാടിന് നൽകിയ സംഭാവനകൾ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ കൈവരുന്ന മാറ്റം എത്ര ശക്തമാണ്, എത്ര സ്വാധീനം ചെലുത്തുന്നതാണെന്ന് തമസ്കരിക്കപ്പെടാൻ പാടില്ല. അത് ഈ ഹേമൻകുണ്ടൻ ഫൗണ്ടേഷൻ്റെ വലിയൊരു സംഭാവനയായിട്ട് എല്ലാ കാലത്തും ഓർമ്മിക്കുക തന്നെ ചെയ്യും. ഏറ്റവും വിദ്യാഭ്യാസമാണ് അന്ധകാരത്തെ നിന്ന് പ്രകാശത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രം തന്നെ നമുക്ക് ഓർക്കാം. ഈ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ടിൽ എനിക്ക് വായിക്കുവാൻ സാധിച്ചു, ബീഹാറിൽ പട്ടിണി 25%, ഉത്തർപ്രദേശിലും അതിനടുത്ത് തന്നെ പട്ടിണിയുണ്ട്. എന്നാൽ കേരളത്തിൽ ദാരിദ്ര്യം 1% താഴെയാണ്. കേരളത്തിൽ 1% താഴെയാണ് ദാരിദ്ര്യമെങ്കിൽ അതിൻ്റെ എന്നും ഹേമൻകുണ്ടനെ പോലെയുള്ള മിഷണറിമാരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കലാലയം 1817 കോട്ടയത്ത് ആരംഭിച്ചു. ആ കോളേജ് ആരംഭിച്ചു കഴിഞ്ഞ് 1846 അവിടെ വലിയൊരു സംഭവം നടന്നു. അവിടെ അടിമക്കച്ചവടം പൂർണ്ണമായിട്ടും നിരോധിക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു അടിമക്കച്ചവടം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുവാനേ സാധിക്കുകയില്ല. നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല. പക്ഷേ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ ആളുകളെ കൊണ്ടുപോകുമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലേക്ക്. അവിടെ അടിമക്കച്ചവടം നടന്നിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു കോട്ടയം തിരുനക്കര മൈതാനം. ഇപ്പോഴും ആളുകൾ ആ കച്ചവടം നടന്ന സ്ഥലത്തിൻ്റെ പ്രതീകമായിട്ട് അവിടെ ഒരു കല്ല് ഇപ്പോഴും കാണാൻ സാധിക്കും. എന്നാൽ 1846 അടിമക്കച്ചവടം നിന്നത്. 1817 ഒരു കോളേജ് ആരംഭിച്ച് 1846 അടിമക്കച്ചവടം നിന്നു. ഇതാണ് ഒരു സമൂഹത്തിന് നൽകുന്ന സംഭാവന, സാംസ്കാരികമായ സംഭാവന. എത്രയോ മിഷണറിമാർ, അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം നാം അനുസ്മരിക്കുകയാണ്. ഈ ഹേമൻകുണ്ടൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഇതുപോലെ ധാരാളം വെളിച്ചം വീശട്ടെ സമൂഹത്തിലേക്ക്. വിസ്മൃതിയിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. അവരുടെ സംഭാവനകൾ ഒരിക്കലും വിസ്മൃതിയിൽ പോകാൻ പാടില്ല. നവോത്ഥാന സാമൂഹിക നായകരെ എടുത്തു പറയുമ്പോൾ ഹേമൻകുണ്ടനെ പോലെയുള്ളവരെ വിസ്മരിക്കാതെ, ചാവറയച്ചനെ പോലെയുള്ളവരെ മറന്നു പോകാതെ മുൻനിരയിൽ അവർക്ക് സ്ഥാനം കൊടുക്കണം. അവരുടെ സ്വാധീനമാണ് പിൻതലമുറയിൽ വന്ന നവോത്ഥാന നായർക്ക് പ്രചോദനമായി നിന്നതെന്ന് എടുത്തു പറയുവാൻ ചരിത്രകാരന്മാർക്ക് കരുത്ത് ലഭിക്കണം, ശക്തി ലഭിക്കണം. ഒരിക്കലും തമസ്കരിക്കപ്പെടാൻ പാടില്ല എന്ന് ശക്തിയോടുകൂടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്, നമുക്ക് പ്രചോദനം നൽകുകയാണ്. ഈ ഹേമൻകുണ്ടനെ പോലെയുള്ള വ്യക്തികൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുകയാണ്, പൂർണ്ണമായിട്ടും കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല, മലബാറിലേക്ക് ഒരു കുടിയേറ്റം തന്നെ സാധ്യമായത്. ഇവിടെ സാധ്യതകളുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളുണ്ട്, കൃഷിക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ മലബാറിലേക്ക് ഒരു കുടിയേറ്റം 1,00,000-ലധികം കുടുംബങ്ങൾ 940 മുതൽ 70 വരെയുള്ള 30 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ കടന്നു വന്നു. എത്രയോ വിദ്യാലയങ്ങൾ, എത്രയോ ആതുരാലയങ്ങൾ ഈ പ്രദേശത്ത് സ്ഥാപിച്ചുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിന് പിന്നിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് ഹേമൻകുണ്ടനെ പോലെയുള്ള ധീരരായ മിഷണറിമാരാണ്. അവരുടെ ത്യാഗം, അവരുടെ സമർപ്പണം ഇന്ന് ഒരു സാംസ്കാരിക സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ലക്ഷക്കണക്കിന് ആളുകൾ വിദേശങ്ങളിൽ വലിയ സംഭാവനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് പിന്നിൽ ഈ പ്രിയപ്പെട്ട
ഹേമൻ ഗുണ്ടനെ പോലെയുള്ള മഹാരഥന്മാരുടെ വലിയ സംഭാവനകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവരോട് നമുക്ക് ആദരവോടുകൂടി അവരെ ഓർക്കാം. അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് അനുസ്മരിക്കുകയും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിനായിട്ട് ഇനിയും നമുക്ക് ശക്തിയോടെ പ്രവർത്തിക്കണം. ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് ഉച്ചനീചത്വങ്ങൾ അപ്രത്യക്ഷമായിട്ടില്ല എന്ന് വേടൻ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് സമൂഹത്തിൻ്റെ ചിന്തകൾ ചുറ്റിക്കറങ്ങുമ്പോൾ നാം എത്രയോ പാപ്പരത്വം അനുഭവിക്കുകയാണ് ഈ കാലഘട്ടത്തിലും എന്ന് ഒരു വെല്ലുവിളിയായിട്ട്, ഒരു ചലഞ്ചായി നമ്മോട് പറയുകയാണ്. ഇനിയും ജാതിയുടെയും അത്തരം പ്രവർത്തനങ്ങളും പുറമേ നിന്ന് മാത്രമേ പോയിട്ടുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും സമൂഹത്തിന് മതിലുകൾ തീർക്കുകയാണ്. അവിടെ നമുക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ഹേമൻ ഗുണ്ടറ്റ് എന്ന മിഷണറിയും അവരുടെ പ്രവർത്തനങ്ങളും. അതിലേക്കൊരു വെളിച്ചം വീശുകയാണ് ഹേമൻ ഗുണ്ടറ്റ് ഫൗണ്ടേഷന് സ്ഥാപിച്ചുകൊണ്ട് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും, ഹേമൻ ഗുണ്ടറ്റ് ഫൗണ്ടേഷന് പിന്തുണ നൽകുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ തീഷ്ണതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി തമസ്കരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ മുൻനിരയിൽ എത്തിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമാകാൻ ഇനിയും സമൂഹത്തിന് സാധിക്കും വിധം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തിയുള്ളതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഹേമൻ ഗുണ്ടറ്റ് നൽകിയ സംഭാവനകൾ ഇനിയും സമൂഹത്തിന് വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.